Hi, hello, welcome to IAS Factor. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹിന്ദു ന്യൂസ് അനാലിസിസ് ആണ്. ആൻഡ് ദ ഡേ ഇസ് October 13th ആൻഡ് യെസ്റ്റർഡേ 12th പൂജ ഹോളിഡേയ്സ് കാരണം നമുക്ക് പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഡിസ്കഷൻ ചെയ്യാത്തത്. സോ ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകൾ നോക്കാം. ഇന്ന് സൺഡേ ആണ്. സോ വെനെവർ ദർ ഇസ് സൺഡേ എസ്പെഷ്യലി ഫ്രം ഹിന്ദു പെർസ്പെക്റ്റീവ് ഒരുപാട് വാർത്തകളാണ് സയൻസിലും ഇതിലൊക്കെ വരുന്നത്. ആൻഡ് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇന്നത് ചെയ്യണം എന്ന് വിചാരിച്ചില്ല, FAQയിൽ ഒരു കോളം മുഴുവൻ നോബൽ പ്രൈസിൻ്റെ മെഡിക്കൽ, ഫിസിക്സ്, കെമിസ്ട്രി, പ്രത്യേകിച്ച് പ്രോട്ടീൻസ്, മൈക്രോ RNA ആൻഡ് അതേപോലെ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിനെ കുറിച്ചിട്ടാണ്. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ഞാൻ വെച്ചു. അപ്പം ഞാനിത് ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ഐ വാസ് ജസ്റ്റ് തിങ്കിങ് ഇതിന് ശേഷം നോബൽ പ്രൈസിൻ്റെ കോൺസെപ്റ്റ്സ് മാത്രം വെച്ചിട്ട് ഒരു കറണ്ട് അഫയേഴ്സ് ചെറിയൊരു വീഡിയോ ഞാൻ ഉണ്ടാക്കാം. സോ അത് കാണുമ്പോൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അപ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ പഠിക്കാം. അപ്പോൾ അതാണ് ഇതിനകത്ത് ഞാൻ മിസ് ഔട്ട് ചെയ്യുന്നത്. ഇന്ന് ഒരുപാട് ന്യൂസ് ഉണ്ട്. സോ ഇന്ന് പ്രധാനമായിട്ടും നമുക്ക് നോക്കേണ്ടത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നടക്കുന്ന ന്യൂസിലുള്ള ഒരു ട്രെയിൻ ക്രാഷിനെ കുറിച്ചാണ്. ട്രെയിൻ കൊലിഷനാണ്. മൈസൂർ ദർഭംഗ ട്രെയിൻ നിയർ ചെന്നൈയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഏതാണ്ട് 11ഓളം കോച്ച് ഡിറെയിൽ ചെയ്തു. ആൻഡ് ഒരുപാട് NIA ഒക്കെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തു. കാരണം ഇതിന് എന്തെങ്കിലും അട്ടിമറി ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിമിനൽ കോൺസ്പിറസി ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി വന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1600 പാസഞ്ചേഴ്സിനെയാണ് ഇത് ക്യാരി ചെയ്തിരുന്നത്. 1600 പാസഞ്ചേഴ്സിനെയാണ് ക്യാരി ചെയ്തത്. മൈസൂർ ദർഭംഗ ബാഗ്മതി എക്സ്പ്രസ് ആണ് ഈ ട്രെയിനിൻ്റെ പേര്. സോ അറ്റ്ലീസ്റ്റ് 9 people were injured ആൻഡ് വലിയ ഡെത്തുകൾ നടക്കുന്നതിനെക്കാട്ടും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയെന്നാണ് ഇത് പറയുന്നത്. ആൻഡ് ഇതിൽ അതേപോലെ എടുത്തു പറയേണ്ട കാര്യം ഇതിനകത്ത് വരുന്നത് ഈ empty wagonsനെ കുറിച്ചിട്ടാണ്. എസ്പെഷ്യലി empty wagons, empty goods wagons that took the impact. ഗുഡ്സിന് അഗെയിൻസ്റ്റ് ആണ് പോയി ഇടിച്ചത്. ആൻഡ് ഈ കോച്ചസ് എല്ലാം ബിൽഡ് ചെയ്തിരുന്നത് LHB ആണ്. റെയിൽവേസ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഇതും കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. LHB എന്ന് പറയുന്നത് ലിങ്കെ ഹാഫ്മൻ ബോഷ് കോച്ചസ് ആണ്. അതായത് ഒരു കോച്ച് വീണാൽ അതിൻ്റെ മറ്റ് കോച്ചിൻ്റെ മുകളിലൂടെ അതിങ്ങനെ മൗണ്ട് ചെയ്ത് വീഴാതിരിക്കുക, അങ്ങനെ ഒരുപാട് സെക്യൂരിറ്റി ഫീച്ചേഴ്സും. അപ്പോൾ എന്താണ് ഈ ലിങ്കെ ഹാഫ്മൻ ബോഷ്? അപ്പോൾ ഇതൊരു കാരണം കൂടാണ് വലിയ കാഷ്വാലിറ്റി ഉണ്ടാവാത്തതെന്നും കൂടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാർത്തയാണ് ഇവിടെ. അപ്പോൾ ഈ ട്രെയിൻ കൊലീഷൻ എന്ന് പറയുന്നത്, അപ്പോൾ അതാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളൊരു വാർത്ത. പിന്നെ ഫ്രണ്ട് പേജിൽ അഗൈൻ UPSCക്ക് ആവശ്യമില്ലെങ്കിലും നമുക്ക് സിനിമ സ്റ്റൈലിലൊക്കെ ഒരു ഫോമർ മിനിസ്റ്ററിനെയും ലീഡറിനെയും ബാബ സിദ്ദിഖിനെയും ഹി വാസ് ഷോട്ട് ഡെഡ്, വെടിവെച്ചിടുകയാണ് ചെയ്തത്, ജസ്റ്റ് ലൈക്ക് യു സീൻ മൂവി. സോ അജിത് പവാറിൻ്റെ ഫാക്ഷനിലുള്ള NCP നേതാവാണ് ബാബ സിദ്ദിഖി. ആൻഡ് അജിത് പവാറിൻ്റെയും ശരത് പവാറിൻ്റെയും ഇലക്ഷൻ സിമ്പിൾ വെച്ചിട്ട് കുറേ ഇഷ്യൂസ് എപ്പോഴും പേപ്പറിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് നെക്സ്റ്റ് സെക്കൻഡ് ഒരു കൾച്ചറൽ ആസ്പെക്റ്റിൽ കൂടെ മൈസൂർ ദശേര പൂജ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ, ദശേര എന്ന് പറയുമ്പോൾ എപ്പോഴും മൈസൂർ ദശേര ഇസ് വെരി വെരി പോപ്പുലർ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അപ്പോൾ അതിൻ്റെ കുറച്ച് സീൻസും കാര്യങ്ങളും. മൈസൂർ ദശേര വരുന്ന സമയത്ത് പൂജ ഫെസ്റ്റിവൽസ് വരുമ്പോൾ എപ്പോഴും മൈസൂറിനെ കുറിച്ചിട്ട് ഒരു റെഫറൻസ് നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. സോ ദാറ്റ് ഇസ് അഗെയിൻ വൺ ഇമ്പോർട്ടൻറ്റ് തിങ്. പിന്നെ അടുത്ത് വരുന്നത് ഒരു ഇന്റർനാഷണൽ വാർത്ത എന്ന് പറയുന്നത് ഫ്രണ്ട് പേജിൽ തന്നെ വരുന്നത് ഇസ്രായേലിൻ്റെ ഇഷ്യൂസിനെ കുറിച്ചിട്ടാണ്. ഇന്ത്യ പ്രധാനപ്പെട്ട ഒരു കത്തിൽ ഒപ്പിട്ടില്ല എന്ന് പറയുന്ന, ഒപ്പിടാതെ അബ്സ്റ്റെയിൻ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു തിയറി ഞാൻ വേണമെങ്കിൽ പെട്ടെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്രട്ടറി ജനറലാണ് പടത്തിൽ കാണുന്ന പോലെ ആന്റോണിയോ ഗുട്ടറസ്. അപ്പോൾ അദ്ദേഹത്തിനെ ഇസ്രായേൽ ബാൻ ചെയ്തു. ഇസ്രായേൽ ബാൻ ചെയ്തു. ആൻഡ് ഹി വാസ് കോൾഡ് ആസ് പെർസോണ നോൺ ഗ്രാറ്റ, PNG, പെർസോണ നോൺ ഗ്രാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺവെൽക്കം ഗസ്റ്റ് ആണ്, അൺവെൽക്കം ആണെന്നില്ല. ഇപ്പോൾ ഇസ്രായേൽ ഇനി വരണ്ട, ഇസ്രായേലിലേക്ക് വരാൻ പറ്റില്ലാതെ ബാൻ ചെയ്തു. കാരണം UN ഇസ്രായേലിനെ എപ്പോഴും ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതുകൊണ്ടാണ് ഇസ്രായേൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തത്. ഇസ്രായേൽ പറയുന്നത് ഇറാൻ എന്തൊക്കെ ചെയ്താലും, ഇറാൻ അല്ലെങ്കിൽ മറ്റ് സിറിയ പോലത്തെ ലെബനൻ മറ്റ് രാജ്യങ്ങൾ ചെയ്യുന്നതൊന്നും UN കാണുന്നില്ല, ഇസ്രായേൽ ഗാസയിൽ മറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കെതിരെ മാത്രമാണ്. സോ അത് തെറ്റായിട്ടൊരു നയമാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ UN സെക്രട്ടറി ജനറലിനെ ബാൻ ചെയ്തു. അപ്പോൾ ഇതിനെതിരെ എല്ലാവരും വേൾഡിലെ എല്ലാ കൺട്രീസും ലെറ്റർ സൈൻ ചെയ്തു. കാരണം ഇസ്രായേലിനെതിരെ ഈ ആക്ട് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിനെതിരെ ലെറ്റർ സൈൻ ചെയ്തപ്പോൾ ഇന്ത്യ ഡിഡ് നോട്ട് വോട്ട് ഫോർ ദാറ്റ്, ഓർ ഇന്ത്യ ഡിഡ് നോട്ട് സൈൻ ദാറ്റ്. ബിക്കോസ് നമുക്കറിയാം കഴിഞ്ഞ കുറേ പ്രാവശ്യങ്ങളായിട്ട് ഇസ്രായേലിനെതിരെ വരുന്ന കാര്യങ്ങളിൽ ഇന്ത്യ ഒരു മേജർ സ്റ്റാൻഡ് എടുക്കില്ല. കാരണം ഇസ്രായേൽ ഇന്ത്യയുടെ ഒരു വലിയ സപ്പോർട്ടറും കൂടാണ്. അപ്പോൾ ഇതാണ് വാർത്ത പറയുന്നത്. സോ ദിസ് ഇസ് വാട്ട് ദി ആർട്ടിക്കിൾ ബേസിക്കലി വാസ് ട്രൈങ് ടു ടെൽ യു ഇൻ ദിസ്. ആൻഡ് പിന്നെ ഇതിനകത്ത് നമുക്ക് UPSCയിൽ ഇന്റർനാഷണൽ പെർസ്പെക്റ്റീവ് ഇതുണ്ട്. ഇതാണ് പെർസോണ നോൺ ഗ്രാറ്റ, സെക്രട്ടറി ജനറൽ. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ UN-ന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഏതാണ്ട് 104 രാജ്യങ്ങൾ, 104 കൺട്രീസ് ഇൻക്ലൂഡിങ് യൂറോപ്യൻ യൂണിയൻ, ആഫ്രിക്കൻ കൺട്രീസ് എല്ലാവരും
ഇസ്രായേലിനെതിരെ പറഞ്ഞെങ്കിലും ഇന്ത്യ അതിനെതിരെ വോട്ട് ചെയ്തില്ല. മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഇത് എന്താണ് സംഭവം എന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുമില്ല. സോ ഇതിൽ പറയുന്ന ഒരു കാര്യം നിങ്ങൾ എക്സാം പെർസ്പെക്റ്റീവിൽ പറയേണ്ടത്, പലപ്പോഴും ഗ്ലോബൽ സൗത്ത് എന്ന് പറയാറുണ്ട്. നമ്മൾ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഏതാണ് ഈ ഗ്ലോബൽ സൗത്ത്? അപ്പോൾ ഇത് ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് കണ്ടുപിടിക്കണം. അടുത്ത കറണ്ട് അഫയേഴ്സിൽ ഡെഫിനറ്റ് ആയിട്ട് ഈ ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട്. എന്താണ് ഈ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്നതും ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. സോ ഇതാണ് ഫ്രണ്ട് പേജിലുള്ള മേജർ ആയിട്ടുള്ള വാർത്തകൾ. ആൻഡ് മൂവിങ് ഓൺ ടു ദി അതർ ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ് വാർത്തകൾ എന്ന് പറയുമ്പോൾ ഇതിൽ പൊളിറ്റിക്കൽ വാർത്ത അല്ലെങ്കിൽ ബാക്കിയുള്ളത്, യെസ്, ഇതിനകത്ത് അഗെയിൻ ട്രെയിനിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. ഇത്തരം ട്രെയിൻ അറ്റാക്സ് എല്ലാം ശരിക്കും വളരെയധികം എം ടി ഗുഡ്സ് ട്രെയിൻ ടേക്സ് ദ ഇമ്പാക്ട് ഓഫ് കൊലിഷൻ മിനിമൈസിങ് കാഷ്വാലിറ്റി. അത് എം ടി ആയതുകൊണ്ടാണ് ഒന്നും പറ്റാത്തതെന്നാണ് ഇവിടെ എടുത്തു പറയുന്നത്. ആ ട്രെയിനിന് പ്രത്യേകിച്ച് അത് എം ടി ഗുഡ്സ് ട്രെയിനിനെതിരെ ഇടിച്ചതുകൊണ്ടാണ് വലിയ കാഷ്വാലിറ്റി ഒന്നും ഇല്ലാത്തത് എന്നുള്ള ഒരു മെസ്സേജും കൂടെ അവിടെ വരുന്നുണ്ട്. സോ ഇതിനകത്ത് അഗെയിൻ LHB കോച്ചസിനെ കുറിച്ച് പറയുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ്, അതായത് LHBയിലെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഒരുപാട് മൈസൂർ ദർഭംഗ ബാഗ്മതി എക്സ്പ്രസിന്റെ ട്രെയിൻ ആക്സിഡന്റിന് ഒരുപാട് LHB coaches are designed with anti-climbing features to prevent them from mounting on each other during a collision. അതാണ് ഞാൻ പറഞ്ഞ anti-climbing feature. ഒന്ന് വീണ് അതിൻ്റെ മുകളിൽ കൂടെ വീണ് പോവാതിരിക്കാൻ വേണ്ടിയുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. ആൻഡ് പിന്നെ 1600 പാസഞ്ചേഴ്സിൽ വെറും 9 ഇഞ്ചുറിയെ സംഭവിച്ചുള്ളൂ. സോ ഇതിൽ എടുത്തു പറയുന്നുണ്ട് ട്രെയിൻ മറ്റേ ട്രെയിനിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. സോ സെയിം കൊലീഷൻ 2023 കൊലീഷനെ കുറിച്ച് പറയുന്നുണ്ട്. വളരെ ഡെഡ്ലി ആയിട്ടുള്ള കൊലീഷനാണ്. അത് ഷാലിമാർ ചെന്നൈ കൊറമാണ്ടൽ എക്സ്പ്രസ് ആണ്. ഒഡീസയിൽ ജൂൺ 2, 2023 നടന്നതാണ്. 290 പാസഞ്ചേഴ്സ് ആണ് ആൻഡ് 290 ഡെത്ത്. 300 പേരാണ് മരിച്ചത്. ആൻഡ് 900 പീപ്പിൾ പ്രൈമർലി ബിക്കോസ് ട്രെയിൻ കൊളൈഡഡ് വിത്ത് ഗുഡ്സ് ട്രെയിൻ വിച്ച് വാസ് ക്യാരിങ് അയണോറും കൊണ്ടുവരുന്ന ഗുഡ്സ് ട്രെയിനും കൂടെ വന്ന ഇതിൻ്റെ ഇമ്പാക്റ്റ് എല്ലാം കൂടെയാണ് 300 പേരോളം മരിക്കുക എന്ന് പറയുന്ന ഒരു വെരി ഡെഡ്ലി അറ്റാക്ക്. 2003 ഷാലിമാർ കൊറമാണ്ടൽ എക്സ്പ്രസ് അറ്റാക്ക് കൊലിഷനാണ്. സോ ഇപ്രാവശ്യം വലിയ കാര്യമായിട്ടൊന്നും പറ്റാത്തത് ഇതാണെന്നാണ് പറയുന്നത്. പിന്നെ സിവിൽ സർവീസിന് അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് കന്നഡ ഫ്ലാഗ്. കന്നഡ ഫ്ലാഗ് ഷുഡ് ബി ഹോയിസ്റ്റഡ് ഓൺ സ്റ്റേറ്റ് ഫോർമേഷൻ ഡേ ഗവൺമെൻറ്. ഈ കാണുന്ന അൺഒഫീഷ്യൽ റെഡ് ആൻഡ് കന്നഡ ഫ്ലാഗ് വീരസേനാനി മാ രാമമൂർത്തി 1960 ഡിസൈൻ ചെയ്ത, സോ ആരാണ് വീരസേനാനി മാ രാമമൂർത്തി ഉണ്ടാക്കിയ ഫ്ലാഗാണ് ഈ റെഡ് കളർ, ഈ റെഡും യെല്ലോ ഫ്ലാഗിൽ ഇരിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം വരികയാണ്, അങ്ങനെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്, ഒരു സ്റ്റേറ്റിനൊക്കെ സെപ്പറേറ്റ് ഫ്ലാഗ് ഉണ്ടാക്കി, ഇന്ത്യൻ ഫ്ലാഗിനൊപ്പം തന്നെ ഒരു സ്റ്റേറ്റ് ഫ്ലാഗ് ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുന്നുണ്ടോ? ഐ മീൻ ഡു യു തിങ്ക് ഇറ്റ് ഇസ് ലീഗൽ ഫോർ എ സ്റ്റേറ്റ് ടു ഹാവ് എ സെപ്പറേറ്റ് ഫ്ലാഗ് ആൻഡ് ഹോയിസ് ദ ഫ്ലാഗ് വെൻ യു ഹാവ് എ നാഷണൽ ഫ്ലാഗ്? എന്താണ് ഇതിൻ്റെ ഒപ്പീനിയൻ എന്ന് ചോദിച്ചാൽ, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതിനകത്ത് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ഇന്ത്യയിൽ അങ്ങനെ വേറെ സ്റ്റേറ്റിന് ഫ്ലാഗ് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള നിയമമൊന്നുമില്ല. പക്ഷേ നാഷണൽ ഫ്ലാഗ് കോഡ് ഉണ്ട്, ഡെഫിനറ്റ്ലി നാഷണൽ ഫ്ലാഗ് കോഡ് ഉണ്ട്. പക്ഷെ അതും ഇന്ത്യൻ നാഷണൽ ഫ്ലാഗിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ശരിക്കും ഒരു സ്റ്റേറ്റ് ഫ്ലാഗ് വന്നാൽ അത് നല്ലതാണോ അല്ലേ എന്നുള്ളൊരു ഡിബേറ്റ് ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു സ്റ്റേറ്റിന് അങ്ങനെ ഫ്ലാഗ് വെച്ചാൽ അത് നല്ലതാവും. എല്ലാ സ്കൂളിലും ഗവൺമെൻറ് ഓഫീസിലും ഇതിലൊക്കെ കന്നഡ ഫ്ലാഗ് കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത്. സോ ഇത് എന്താണ് ഇതിൻ്റെ ഒപ്പീനിയൻ എന്നുള്ളത്, നിങ്ങൾക്കും ഇതിൻ്റെ ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സ്റ്റേറ്റിന് അങ്ങനെ ഒരു ഫ്ലാഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നല്ലേ? സോ അതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്ത ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് വന്ന അടുത്ത ഇമ്പോർട്ടൻ്റ് വാർത്ത എന്ന് പറയുന്നത് പബ്ലിക് ട്രസ്റ്റ്. സുപ്രീം കോർട്ടിൻ്റെ ഭാഗത്താണ്. പബ്ലിക് ട്രസ്റ്റ് ഇസ് സെൻട്രൽ ടു ജുഡീഷ്യൽ ക്രെഡിബിലിറ്റി. ഈ സുപ്രീം കോടതി ആൾക്കാരുടെ പബ്ലിക്കിന് ട്രസ്റ്റ് വേണമല്ലോ. ഇത് കോടതിയാണെങ്കിൽ ഡെഫിനറ്റ്ലി, ഇത് ജുഡീഷ്യറി ആണെങ്കിൽ ആൾക്കാർ ഇവിടെ നിൽക്കുന്ന സമയത്ത് ആൾക്കാർക്ക് കോടതിയോടുള്ള ട്രസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ട്രസ്റ്റ് ഒരിക്കലും പോകാൻ പാടില്ല. അതാണ് ഇതിൽ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ഇത് ട്രസ്റ്റിന്റെ മേലിലാണ് നിൽക്കുന്നത്. അവിടെ പോയാൽ ജസ്റ്റിസ് ലഭിക്കും, നീതി ലഭിക്കും എന്നൊരു വിശ്വാസത്തിലാണ് അവിടെ പോകുന്നത്. ഈ ട്രസ്റ്റ് ഒരു കാരണവശാലും പോകാൻ പാടില്ല. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതിൽ പറയുന്നുണ്ട്, പോപ്പുലിസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ പാടില്ല. ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ്. അതായത് പോപ്പുലിസ്റ്റ് ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന് എന്താണോ കേൾക്കാൻ താല്പര്യമുള്ളത്, അല്ലെങ്കിൽ പബ്ലിക്കിനെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ പോപ്പുലർ ആവാന്ന് പറയത്തില്ലേ. 2 വിഭാഗം ആൾക്കാരുണ്ട്. ഇപ്പോൾ 2 വിഭാഗം ആൾക്കാരുണ്ട്, എയും ബിയും 2 വിഭാഗം ആൾക്കാരുണ്ട്. എക്കെതിരെ ഒരുപാട് അനീതി നടന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പൊതുവേ എക്കെതിരെ എ ആണ് വിക്ടിമൈസ് ചെയ്യപ്പെട്ടത്. എക്കെതിരെ ഒരുപാട് കുറ്റങ്ങൾ വന്ന്, എ പാവമാണ്, അല്ലെങ്കിൽ എക്കെതിരെ ഒരുപാട് അനീതിയുണ്ട്. അപ്പോൾ പബ്ലിക് സെന്റിമെന്റ്സ് മൊത്തം ബീനെ ആക്ഷൻ എടുക്കണം, ബീനെ കൈകാര്യം ചെയ്യണം, ബീനെ ടേക്ക് കെയർ ചെയ്യണം, അല്ലെങ്കിൽ ബീനെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നുള്ള ഒരു വലിയ ഡിമാൻഡ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഒരിക്കലും കോടതി പബ്ലിക് പോളിസി, അതായത് പോപ്പുലിസ്റ്റ് പോളിസി അനുസരിച്ചിട്ട് എല്ലാവരും ബീനെ കുറ്റം പറയാൻ പറയുന്നു, നമ്മളും ബീനെ കുറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അവരെ ലീഗലി
പ്രോസിക്യൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. കോടതി രണ്ട് വശങ്ങളും എപ്പോഴും, അത് ഒബ്വിയസ്ലി അങ്ങനെ തന്നെയാണ്, അത് കേട്ടിട്ട് തന്നെയാണ് തീരുമാനിക്കേണ്ടത്. സോ പബ്ലിക് പോപ്പുലസ് ഡിസിഷൻസ് എടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ആൻഡ് അതേപോലെ ഇൻസുലേറ്റ് പബ്ലിക് ഒപ്പീനിയൻ. കോടതിയും ജുഡീഷ്യറിയും പബ്ലിക് ഒപ്പീനിയന് എഗെയിൻസ്റ്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന അതിന് ദേ ഷുഡ് റൈസ് അബൌവ് പബ്ലിക് ഒപ്പീനിയൻ. ജനങ്ങൾക്ക് പലർക്കെതിരെയുള്ള പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാവും, ഇത് ജുഡീഷ്യറിനെ ബാധിക്കാൻ പാടില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയും കൂടെ ഇതിൽ പറയുന്നുണ്ട്. അത് ഇങ്ങനത്തെ ആർട്ടിക്കിളൊക്കെ നമ്മളൊരു സ്പിരിറ്റ് മനസ്സിലാക്കി എടുത്താൽ മതി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൽ. പിന്നെ പ്രധാനമായിട്ടും വന്ന പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ധാക്കയിൽ ഇൻസിഡന്റ് ആണ്. അവിടെയുള്ള ടെമ്പിൾസ് ആൻഡ് ഇൻസിഡൻസ് അറ്റ് പന്തൽ ആൻഡ് ടെമ്പിൾസ്. അവിടെ ദുർഗാപൂജ പന്തൽ നടക്കുന്നുണ്ട്. നമുക്കറിയാം കൽക്കട്ടയിൽ എത്ര ഫേമസ് ആണോ ദുർഗാപൂജ. പണ്ട് ബാംഗ്ലാദേശും കൽക്കട്ടയുടെ ഭാഗമായിരുന്നല്ലോ. സോ അതേപോലെ ബാംഗ്ലാദേശിലും വലിയ ഫെസ്റ്റിവൽസും അല്ലെങ്കിൽ ദുർഗാപൂജ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ അതൊരു ഇസ്ലാമിക് കൺട്രി ആയതുകൊണ്ടും മുസ്ലിംസ് മെജോറിറ്റി ഉള്ളതുകൊണ്ടും ഹിന്ദുസ് ഒരു മൈനോറിറ്റിയാണ്. ഇപ്പോൾ പാകിസ്ഥാനിൽ ഹിന്ദുസ് മൈനോറിറ്റി എന്ന് പറയുന്ന പോലെ ബാംഗ്ലാദേശിലും ഹിന്ദു മൈനോറിറ്റീസ് ആണ്. ഇവിടെ സംഭവിച്ചെന്ന് വെച്ചാൽ ഇവിടെ പന്തലിലും ഇതേപോലെ ദുർഗാപൂജ പന്തലിലും ആരോ കുറച്ച് ആൾക്കാർ എക്സ്പ്ലോസീവ് ഡിവൈസ് ഇട്ട് അവിടെ ബോംബ് ബ്ലാസ്റ്റ്, ചെറിയൊരു എക്സ്പ്ലോസീവ് ഡിവൈസ് എടുത്ത് ഈ DTയുടെ അടുത്ത് പ്രതിഷേധം എടുത്തൊരു സംഭവമാക്കി. ആൻഡ് സ്റ്റാബ് സെവറൽ പീപ്പിൾ അറ്റ് ദുർഗാ പന്തൽ. ബോംബിട്ടു, ഒരുപാട് ആൾക്കാരെ ഉപദ്രവിച്ചു. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസ് വന്നപ്പോൾ ദാറ്റ് ക്രിയേറ്റഡ് എ ലോട്ട് ഓഫ് ഇഷ്യൂസ്. ആൻഡ് ഏറ്റവും രസം ഇതിൽ എടുത്തു പറയുന്നത്, അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയുന്നത് ഹിന്ദു മൈനോറിറ്റീസിനെ ബാംഗ്ലാദേശിൽ പ്രൊട്ടക്ട് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത്. ആൻഡ് അതേപോലെ ഇതിൽ പറയുന്നുണ്ട് നരേന്ദ്രമോദി ഏത് വർഷം 2021 എങ്ങാണ്ട് വന്ന സമയത്ത് ജഷേരോശ്വരി കാളി ടെമ്പിളിൽ ഒരു ഗോൾഡൻ ക്രൗൺ എങ്ങാണ്ട് ഗിഫ്റ്റ് ചെയ്തു. they actually gifted him I think it was a crown. യെസ്, ഒരു സ്വർണ്ണ കിരീടം തന്നെയാണ് കൊടുത്തത്. സ്വർണ്ണ കിരീടം കൊടുത്തു. അത് കാണാനില്ല, അത് ആരോ എടുത്തിട്ട് പോയി. CCTV ഇമേജിൽ അത് ആരോ എടുത്തിട്ട് പോയി, മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ബാംഗ്ലാദേശും ഇതിൽ കൂടുതലും ഈ ഒരു ആസ്പെക്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ബാംഗ്ലാദേശിലെ ഹിന്ദുസിന്റെ റൈറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ എതിരെ ഇന്ത്യ നല്ല പ്രഷർ ബാംഗ്ലാദേശിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ അവിടുത്തെ മെയിൻ ലീഡർ മുഹമ്മദ് യൂനിസ് 2 ദിവസത്തെ അവധി കൊടുത്തിരിക്കുകയാണ് പൂജ ഹോളിഡേയ്സിന്. സോ ദാറ്റ് റിലീജിയസ് ടോളറൻസ് രാജ്യത്തിലുണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി. സോ ഇത് ആ ഇഷ്യൂ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആസ്പെക്റ്റിൽ. നെക്സ്റ്റ് എന്ന് പറയുന്നത് രാജ്നാഥ് സിംഗ് 75 ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് അക്രോസ് 11 സ്റ്റേറ്റ് ആൻഡ് ഇതാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഡിഫൻസിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഒരുപാട് ബ്രിഡ്ജസും ഒരുപാട് റോഡ്സും ക്രിയേറ്റ് ചെയ്തു ഡിഫൻസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓർത്തെടുക്കേണ്ടത് ഒരു ഓർഗനൈസേഷൻ തന്നെയാണ് BRO. എന്താണ് BRO എന്നുള്ളത് കണ്ടുപിടിക്കണം. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. എന്താണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ ഹിമാലയം ലഡാക്കൊക്കെ പോകുമ്പോൾ എല്ലാം അവിടുത്തെ മെയിൻ റോഡ്സ് എല്ലാം BRO ബിൽഡാണ്. അത്ര നല്ല സർവീസാണ് അവർ ചെയ്യുന്നത്. സോ അത്രയും നല്ല ഫണ്ട്സും ഉണ്ട്. BRO ഇസ് ഡൂയിങ് എ ഗ്രേറ്റ് വർക്ക്. അപ്പം എന്താണ് BRO എന്നുള്ളതും കൂടെ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് അടുത്ത ഇമ്പോർട്ടൻറ്റ് വാർത്ത ഇന്ന് വിദ്യാരംഭമായതുകൊണ്ട് തന്നെ വിജയദശമിക്ക് ഒരുപാട് കുട്ടികളെ എഴുത്തിനിരുത്തുന്ന ഫോട്ടോ ആണ് ഇതിൽ കാണാൻ പറ്റുന്നത്. ആൻഡ് പിന്നെ രത്തൻ ടാറ്റയെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. രത്തൻ ടാറ്റയും ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ, ബിക്കോസ് വലിയ ഇമ്പോർട്ടൻറ്റ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിഫർ അല്ലെങ്കിൽ TIFR എന്ന് പറയുന്നത് ഇന്ത്യയിലെ വൺ ഓഫ് ദ പ്രൈം ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഒന്നാണ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ട്രിപ്പാർട്ടൈറ്റ് എഗ്രിമെൻറ്റിലാണ് നടക്കുന്നത്. ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ദൊറാബ്ജി ടാറ്റ ട്രസ്റ്റ്, ഒന്ന് ഗവൺമെൻറ് ഓഫ് മഹാരാഷ്ട്ര, ഒന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. സോ ടാറ്റ, മഹാരാഷ്ട്ര ഗവൺമെൻറ്റും ഇന്ത്യൻ ഗവൺമെൻറ്റും കൂടെ ചേർന്നിട്ടാണ് ഇതിൻ്റെ ഒരു നടത്തിപ്പ് അവകാശം ഒക്കെ ചെയ്യുന്നത്. സോ TFIR മാത്രമല്ല, ഇതിൻ്റെ ബന്ധപ്പെട്ട് ടാറ്റയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് റിസർച്ച് ഓർഗനൈസേഷൻസ് ഇന്ത്യയിൽ വളരെ പോപ്പുലർ ആണെന്നുള്ള ഒരു മെസ്സേജാണ് ഇതിനകത്ത് അവർ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നോട്ട് ഓൺലി ടാറ്റ TIFR മാത്രമല്ല, ഈവൻ യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് NCBSും ടിഫർ സെൻറ്റേഴ്സും വേറെ ഒരുപാട് ഓർഗനൈസേഷൻസിൻ്റെ പേര് പറയുന്നുണ്ട്. ബാംഗ്ലൂർ ലൈഫ് സയൻസ് ക്യാമ്പസ്, ഇപ്പോൾ ലൈഫ് സയൻസ് ക്യാമ്പസ് ഉണ്ട്. ബ്രിക്ക് ഇൻസ്റ്റം, സി ക്യാമ്പ്, ഇൻക്യുബേറ്റർ, ഇതെല്ലാം TIGSൽ വരുന്ന. യു ക്യാൻ ജസ്റ്റ് ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. ഇവിടെ ബ്രിക്ക് ഇൻസ്റ്റം, സി ക്യാമ്പ്, ഇൻക്യുബേറ്റർ, ഇതൊക്കെ ഇവിടെ വരുന്ന ടിഫറിൻ്റെ ഇതിൽ വരുന്നതാണ്. ആൻഡ് സ്റ്റെം സെൽസ് ആൻഡ് റീജനറേറ്റീവ് മെഡിസിൻ, ബ്രിക്ക് ഇൻസ്റ്റം, ഒരുപാട് റിസർച്ച്, ഒരുപാട്. സോ ടിഫറിൻ്റെ ഒരു ടാറ്റയുടെ കീഴിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഇതിൽ പറയുന്നുണ്ട് ടിഫർ ആദ്യം ക്രിയേറ്റ് ചെയ്തത് ആരാണ്, ഹോമി ബാബ അല്ലെങ്കിൽ ബാബയ്ക്ക് ശേഷം അവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകളുടെ പേര് ഇതിനകത്ത് പറയുന്നുണ്ട്, ആരൊക്കെയാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. സോ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ടാറ്റ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ടാറ്റയെക്കുറിച്ച് തന്നെയാണ് കുറേ വാർത്തകളുള്ളത്. അവരുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് ഒരുപാട് വാർത്തകളുണ്ട്. ആൻഡ് പിന്നെ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് വരുന്നത്
Next one is you can just take a look at നാഗാലാൻഡിനും സ്റ്റേറ്റ്ഹുഡ് ഓട്ടോണമി. എൻപോ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. എന്താണ് ഈ എൻപോ? ഈസ്റ്റേൺ നാഗാലാൻഡ് പീപ്പിൾസ് ഓർഗനൈസേഷൻ. അതായത് ഒരുപാട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ചെറിയ ചെറിയ റീജൻസ് ഉണ്ട്. എല്ലാവർക്കും സ്വന്തമായി സ്റ്റേറ്റ്ഹുഡ് കിട്ടണം, എല്ലാവർക്കും സ്വന്തമായിട്ട് സ്റ്റേറ്റ് ആവണം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയി മാറണം എന്നാണ്. അപ്പോൾ ഇതിൽ നാഗാലാൻഡിനെതിരെയും പറയുന്നുണ്ട്. നാഗാലാൻഡിലുള്ള കുറേ ട്രൈബ്സിൻ്റെ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്, എടുത്തു പറയുന്നത് കുറേ കാര്യങ്ങളാണ്. സോ അതായത് ഇത് എൻപോ നാഗ ട്രൈബ്സിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് വേണം. എന്ത് സ്റ്റേറ്റിൻ്റെ പേര് എന്ന് പറയുന്നത് FNT ആണ്, അതായത് ഫ്രോണ്ടിയർ നാഗാലാൻഡ് ടെറിട്ടറി. FNT എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് അവർക്ക് വേണം. 6 മെയിൻ ഡിസ്ട്രിക്ട്സ് ഉണ്ട് ഇതിൽ. ഈ കംപ്രൈസിങ് 6 ഡിസ്ട്രിക്ട്സ് ആണ്. അപ്പോൾ അതിൽ ഇത്ര ട്രൈബൽ ഗ്രൂപ്പുകളും ഉണ്ട്. സോ ഇതിനെക്കുറിച്ചിട്ടാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. എന്താണ് എല്ലാവർക്കും സ്റ്റേറ്റ്ഹുഡ് വേണമെന്നില്ലേ? യെസ്. അപ്പോൾ ഇത്തരം വാർത്തകൾ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ഇന്ത്യയിൽ ഒരുപാട് ഇതേപോലത്തെ എൻപോ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഗ്രൂപ്പാണ്. ഇപ്പോൾ FNT, എൻപോന്റെ FNT എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ദർ ആർ ലോട്ട് ഓഫ് പ്ലേസസ്, ബോഡോലാൻഡ്, ഗോർഖാലാൻഡ്, ഇങ്ങനെ കുറേ ആൾക്കാർക്ക് സ്റ്റേറ്റ്ഹുഡ് വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും സ്റ്റേറ്റ്ഹുഡ് കൊടുക്കാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഇത്ര സ്റ്റേറ്റ്സ് വരും. അപ്പോൾ എന്താണ് അതിൻ്റെയൊക്കെ ക്രൈറ്റീരിയ എന്നുള്ളതും കൂടെ നമുക്ക് വരും ദിവസങ്ങൾ ഇങ്ങനത്തെ കുറേ ഇൻസിഡൻസ് വരുന്നില്ലേ. പിന്നെയുള്ളത് എന്താണ് യൂണിഫിൽ? ഇത് UN ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റും കൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് യൂണിഫിൽ? ഇറ്റ്സ് നത്തിങ് ബട്ട് യുണൈറ്റഡ് നേഷൻസ് ഇൻറ്ററിം ഫോഴ്സ് ഇൻ ലെബനൻ. ലെബനനിലുള്ള ഇൻറ്ററിം ഫോഴ്സ് ആണ്. അപ്പോൾ ഇതിനെതിരെ ഇന്ത്യൻ ഡെഫിനറ്റ്ലി ഈ യൂണിഫിലിനെതിരെയും ഒരുപാട് അറ്റാക്കുകൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് നക്കോറ. സോ ഇത് ഓൺഗോയിങ് ബാറ്റിൽ ബിറ്റ്വീൻ ഇസ്രയേലി ഡിഫൻസ് ആൻഡ് ദ ഹെസ്ബുള്ള. ഇസ്രയേലും ഹെസ്ബുള്ളയൊക്കെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ യൂണിഫിലിൻ്റെ ഒരുപാട് ക്രൈസിസ് നടക്കുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ ഇങ്ങനത്തെ പീസ് കീപ്പിംഗ് ഫോഴ്സ് ഒക്കെ പോകുമ്പോൾ അവരുടെ സെക്യൂരിറ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയും അതിൽ വളരെയധികം വിശ്വസിക്കുന്നുണ്ട്. ഇങ്ങനത്തെ പീസ് കീപ്പിംഗ്സ് അല്ലേ, അതായത് ഇൻറ്ററിം ഫോഴ്സ് ഇൻ ലെബനൻ, യൂണിഫിൽ പോലത്തെ ആൾക്കാരുടെ സെക്യൂരിറ്റിയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് എക്സാം പെർസ്പെക്റ്റീവിൽ എടുത്തു പറയേണ്ടത് ബ്ലൂ ലൈൻ എന്താണെന്നാണ് ചോദിക്കുന്നുണ്ട്. വാട്ട് ഈസ് എ ബ്ലൂ ലൈൻ? ഈ ബ്ലൂ ലൈനാണ് ഡിമാർക്കേറ്റ് ചെയ്യുന്നത് ലെബനനെയും. അത് UN ഇത് തന്നെയാണ്. അതായത് ബ്ലൂ ലൈൻ വിച്ച് ഡിമാർക്കേറ്റ്സ് ലെബനൻ ഫ്രം ഇസ്രായേൽ ആൻഡ് ഗോളൻ ഹൈറ്റ്സ്. ആൻഡ് യെസ്, ലെബനൻ ആൻഡ് ഇസ്രായേലിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. ഈ സെപ്പറേറ്റ്സ് വാട്ട്? ഇസ്രായേൽ ആൻഡ് ലെബനൻ ആൻഡ് ഗോളൻ ഹൈറ്റ്സ്. ഇതും കൂടെ ഓർത്ത് വെക്കണം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്താണ് ഈ ഗോളൻ ഹൈറ്റ്സ് എന്നുള്ളതും കൂടെ യു നീഡ് ടു ഹാവ് എൻ ഐഡിയ. അപ്പോൾ ഇതിൽ പറയുന്നത് ബ്ലൂ ലൈൻ, അതേപോലെ യൂണിഫിൽ എന്താണ് എന്നുള്ളതും കൂടെ യു ഷുഡ് ആക്ച്വലി ഹാവ് എൻ ഐഡിയ റിഗാർഡിങ് ദാറ്റ്. സോ ഇവരുടെ യൂണിഫിലെ ആൾക്കാരുടെ സേഫ്റ്റി, സെക്യൂരിറ്റി എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതും ലെബനന് പീസ് കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. സോ അതാണ് ഇതിനകത്ത് വന്ന അടുത്ത പ്രധാനപ്പെട്ട വാർത്ത. ആൻഡ് പിന്നെ ഇതിനകത്ത് 2 ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഒന്ന്, സ്റ്റേറ്റ്ഹുഡ്. ജമ്മു കശ്മീരിന് സ്റ്റേറ്റ്ഹുഡ് കൊടുക്കണ്ടേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു വാർത്തയുടെ ഒരു ചെറിയ സമ്മറി എന്ന രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ആർട്ടിക്കിൾ ജമ്മു കശ്മീർ നമുക്കറിയാം സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു, ആർട്ടിക്കിൾ 370. ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്ത് എടുത്ത് കളഞ്ഞു. അത് കളഞ്ഞതിന് ശേഷം സുപ്രീം കോടതി ഇപ്പോൾ ഇതിനെ ജമ്മു ആൻഡ് കാശ്മീരിനെ യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ് ഹുഡ് എന്ന് പറയുന്ന ഒരു സ്വന്തം സ്റ്റേറ്റ് ആയി മാറാനുള്ള ഒരു സ്റ്റേറ്റ് ഹുഡ് ആവണം എന്ന് പറയും. ഓൾറെഡി സ്റ്റേറ്റ് ആയിരുന്നതിനെ ഇപ്പോൾ യൂണിയൻ ടെറിട്ടറി. ഈ സ്റ്റേറ്റ് ഹുഡ് അവിടെ കൃത്യമായി പ്രോബ്ലംസ് ഒക്കെ മാറ്റി ഇലക്ഷൻ ഒക്കെ നടന്ന് പുതിയ ആൾക്കാർ വന്നാൽ യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് പിന്നീട് സ്റ്റേറ്റിലേക്ക് പിന്നീട് ഒരു സ്റ്റേറ്റ് ഹുഡ് കൊടുക്കാമെന്ന് സുപ്രീം കോടതി വരെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കാശ്മീർ പിന്നീട് തിരിച്ചൊരു ഒരു സ്റ്റേറ്റ് ഹുഡ് ഇവിടെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. റീസ്റ്റോറേഷൻ ഇതിൽ പറയുന്നുണ്ട്. ഇതിനകത്ത് റീസ്റ്റോറേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഹുഡ് ഷാൽ ടേക്ക് പ്ലേസ് അറ്റ് ദ ഏർലിയസ്റ്റ് ആസ് സൂൺ ആസ് ദ പോസിബിൾ. കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് പറഞ്ഞതാണ്, പെട്ടെന്ന് തന്നെ സ്റ്റേറ്റ് ഹുഡ് കൊടുക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. സോ ഇലക്ഷൻ കഴിഞ്ഞാൽ കൊടുക്കണം തന്നെയാണ് ഇത് പറയുന്നത്. സോ കാശ്മീരിൽ സുപ്രീം കോടതി പോയപ്പോൾ ഗവൺമെൻറ് സോളിസിറ്റർ ജനറൽ ഇവിടെ ഗവൺമെൻറ്റിൽ പറഞ്ഞത് ഒരു കാര്യമാണ്, അതായത് ഇമ്മീഡിയറ്റ്ലി തന്നെ അത് നടത്തും, അത് കൊടുക്കും, മാത്രമേ സ്റ്റേറ്റ് കൊണ്ടുവരും എന്നാണ് പറയുന്നത്. സോ ഇതിൽ എഗെയിൻ ഡിസ്കസ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ വൈസ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വാട്ട് ഈസ് ആർട്ടിക്കിൾ 3? ആർട്ടിക്കിൾ 3 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഇതിൽ പറയുന്നുണ്ട്. അതായത് വെദർ ദ പാർലമെന്റ് കുഡ് എക്സ്റ്റിംഗ്വിഷ് ദ ക്യാരക്ടർ ഓഫ് എ സ്റ്റേറ്റ്ഹുഡ് ബൈ കൺവേർട്ടിംഗ് എ സ്റ്റേറ്റ് ഇൻ ടു
more union territories and exercise of power under Article 3 of the Indian Constitution. അപ്പോൾ എന്താണ് Article 3 of the Indian Constitution? Article 3 specifies the power of the Parliament to form new state out of an existing state or by uniting two or more state or joining any union territory of a state. It does not, however, mention carving a full-fledged state into union territory to bring it under the control of the center. അപ്പോൾ ഇതിനെ ശരിക്കും കാശ്മീരിനെ യൂണിയൻ ടെറിട്ടറി ആക്കിയത് തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിലി ആണോ എന്നൊരു ചോദ്യം കൂടെ ഉണ്ട്. പക്ഷേ തിരിച്ച് അപ്പോൾ ഇതിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ എന്താണ് ആർട്ടിക്കിൾ 3 പ്രിലിംസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇറ്റ് ഹാസ് ദ പവർ ഓഫ് പാർലമെന്റ് ടു ക്രിയേറ്റ് ന്യൂ സ്റ്റേറ്റ് out of an existing state or by uniting two or more states or territories or by joining any territory to a state and does not, however, mention carving of a full state union territory to state. അപ്പോൾ ഈ ആർട്ടിക്കിൾ 3 എന്ന് പറയുന്ന പ്രൊവിഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കിതിനകത്ത് അറിഞ്ഞിരിക്കണം. സിവിൽ സർവീസിൻ്റെ പ്രിലിംസിന് അടുത്ത പ്രാവശ്യമൊക്കെ പരീക്ഷയ്ക്ക് ആർട്ടിക്കിൾ 3 ചോദിച്ചാൽ നമുക്ക് നന്നായി അറിയാൻ പറ്റണം. പിന്നെ ഇതിനകത്ത് പറയുന്നത് എടുത്തു പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. അതായത് ലെഫ്റ്റനന്റ് ഗവർണറിൻ്റെ കയ്യിലാണ് ഇതിൻ്റെ പവേഴ്സ് ഇരിക്കുന്നത്. എഗെയിൻ നമ്മൾ അന്ന് കാശ്മീരിൻ്റെ പവർ പറഞ്ഞതാണ്. മെയിനായിട്ടുള്ള പോലീസ് എന്ന് പറയുന്നത് ഇതിനകത്ത് തന്നെ എടുത്തു പറയുന്നുണ്ട്. പോലീസ് Jammu and Kashmir Police Service notified that Jammu and Kashmir has been taken to handle corruption. So 2-3 കാര്യങ്ങളെല്ലാം ഇതിൽ പറയുന്നുണ്ട്. ഒന്ന് സിവിൽ സർവീസസിനെ കുറിച്ചും പറയുന്നുണ്ട്. ജമ്മു ആൻഡ് കശ്മീർ സിവിൽ സർവീസ് ഡീസെൻട്രലൈസേഷൻ ആക്ടും ഇതെല്ലാം എന്താണെന്ന് വെച്ചാൽ SSBക്ക് പവർ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. സെലക്ഷൻ ബോർഡിന് ഇതിനെ റിക്രൂട്ട് ചെയ്യാനുള്ള PSCയിലേക്ക് ഗവൺമെന്റിലേക്ക് ഓർഗനൈസേഷൻ ബോർഡിലേക്കൊക്കെ റിക്രൂട്ട് ചെയ്യാനുള്ള പവർ SSBക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. സോ ഇതിൽ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയും തിരിച്ച് ആർട്ടിക്കിൾ JNK പാർട്ടി സ്ലാം ലെഫ്റ്റനന്റ് ഗവർണർ ഫോർ ന്യൂ ഓർഡേഴ്സ് ലിമിറ്റിംഗ് പവേഴ്സ് ഓഫ് ഇലക്ടഡ് ഗവൺമെന്റ്. കാശ്മീരിൽ എല്ലാത്തിനെയും സ്റ്റേറ്റിന് പവർ ഇല്ലെങ്കിൽ എല്ലാം ലെഫ്റ്റനന്റ് ഗവർണറിന്റെ കയ്യിലാണ് പവർ ഇരിക്കുന്നതെങ്കിൽ പിന്നെ സ്റ്റേറ്റ് ഹുഡ് എന്തിനാണ്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഭരിക്കുന്നത് എന്നുള്ളതാണ്. സോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിൽ ഇനിയും മാറ്റം വരാനുണ്ട് എന്നും പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ഇതിനകത്ത് എടുത്തു പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിനകത്ത് വരുന്ന മേജർ ആയിട്ടുള്ളൊരു മറ്റൊരു കാര്യം. സോ പിന്നെയുള്ളത് സായിബാബ പാസസ് അവേ ഇൻ ഹൈദരാബാദ്. ഒരു പഴയ കോളേജ് പ്രൊഫസറാണ് അദ്ദേഹം. മാവോയിസ്റ്റ് ആക്ടിവിറ്റിയിലൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് വർഷം ജയിലിലായിരുന്നതാണ്. സോ അദ്ദേഹത്തിൻ്റെ ഡെത്താണ് ഇതിൽ കാണുന്നത്. സോ അഗെയിൻ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് വന്ന മേജർ ന്യൂസ് എന്ന് പറയുന്നത്. പിന്നെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞു നോബൽ പ്രൈസിൻ്റെ ന്യൂസ് വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്, നമുക്ക് പിന്നീട് പഠിക്കാം. പിന്നെ പ്രൊഫൈൽസിൽ അഗെയിൻ പീസ് പ്രൈസ് കിട്ടിയത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നോബൽ പ്രൈസിൽ ഇത് മാത്രം ഡിസ്കസ് ചെയ്യാതെ അതിൻ്റെ പീസ് ആസ്പെക്റ്റിനെയും കൂടെ ഡിസ്കസ് ചെയ്ത് പോകേണ്ടതാണ്. സോ എന്താണ് നോബൽ പീസ് പ്രൈസും കിട്ടി. ലിറ്ററേച്ചർ പിന്നെ നമ്മൾ അങ്ങനെ പലപ്പോഴും അതിനെ ശ്രദ്ധിക്കാറില്ല, പക്ഷേ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ലുക്ക് അറ്റ് ദാറ്റ്, സൗത്ത് കൊറിയൻ ആയിട്ടുള്ള റൈറ്റർ ഹാങ് കാങ് വളരെയധികം നല്ലൊരു റൈറ്ററാണ്. ഇന്റർനാഷണൽ മാൻ ബുക്കർ പ്രൈസ് ഒക്കെ കിട്ടിയ ഒരാളും കൂടാണ്. സോ നോബൽ പ്രൈസ് ഫോർ ഓർഗനൈസേഷൻ ഓഫ് സർവൈവേഴ്സ് ന്യൂക്ലിയർ ബോംബ്. സോ ഇറ്റ് ഹസ് ബീൻ 79 years. അപ്പോൾ ഈ ന്യൂക്ലിയർ ഇതിനെതിരെയൊക്കെ വർക്ക് ചെയ്തൊരു ഓർഗനൈസേഷനാണ് പീസ് പ്രൈസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും നന്നായിട്ട് ഓർത്തിരിക്കണം നിങ്ങൾ. ബാക്കിയുള്ളത് ഓർത്തിരിക്കുന്ന പോലെ നോബൽ പീസ് പ്രൈസ് ആർക്കാ, നോബൽ ലിറ്ററേച്ചർ പ്രൈസ് ആർക്കാന്നുള്ളത് കൂടെ ഒന്ന് ഓർത്തിരുന്ന് ഇറ്റ് ഈസ് റിയലി ഗുഡ്. സോ എന്താണെന്നുള്ളതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ പിന്നെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് സയൻസ് റിലേറ്റഡ് ആണ്. ഒരുപാട് സയൻസ് റിലേറ്റഡ് വാർത്തയുണ്ട്. സോ സയൻസ് റിലേറ്റഡ് വാർത്തയിൽ എടുത്തു പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ടൂത്ത് ബ്രഷും നമ്മുടെ ഷവർ ഹെഡിനൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ ബ്രീഡിംഗ് പ്ലേസ് ഓഫ് വൈറസസ് ആണ്. ഒരുപാട് വൈറസസ് ഉള്ള സ്ഥലമാണ്. ആൻഡ് ഇതിനെ പറയുന്ന ഇതാണ്, ഐ തിങ്ക് യു മസ്റ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ദ ബാക്ടീരിയോഫേജ്. എന്താണ് ഫേജ് അല്ലെങ്കിൽ ബാക്ടീരിയോഫേജ് എന്ന് എടുത്തു പറയുന്നുണ്ട്. വാട്ട് ഇസ് ദിസ് കോൺസെപ്റ്റ് ഓഫ് ബാക്ടീരിയോഫേജ്? ഇത് ബ്രഷിലും ടൂത്ത് ബ്രഷിലും ഷവർ ക്യാപ്പിലൊക്കെ ഒരുപാട് വരുന്നുണ്ട്. വൈറസസിന്റെ സ്റ്റോർ ഹൗസ് ആണെന്ന് പറയുന്നത്. സോ ഈ ഫേജ് അല്ലെങ്കിൽ ബാക്ടീരിയോഫേജ് ഇസ് എ ടൈപ്പ് ഓഫ് വൈറസ് ദാറ്റ് ഇൻഫെക്ട്സ് ആൻഡ് റെപ്ലിക്കേറ്റ് ഇൻസൈഡ് ദ ബാക്ടീരിയ. സോ ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത് ഒരു വൈറസ് ആണ്. അത് ബാക്ടീരിയക്കകത്ത് വരുന്ന വൈറസാണ്. ഓൾസോ ഇതിനെക്കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. സോ ഇതിനെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ബാക്ടീരിയോഫേജും അതേപോലെ ഇതാണ് ഇതിൻ്റെ കൂടുതൽ മൈക്രോബ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൂടുതൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് പറയുന്നത്. ബാക്ടീരിയോഫേജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഓർത്ത് വെക്കാൻ നമുക്ക് ശ്രമിക്കണം എന്താണെന്നുള്ളത്. ആൻഡ് പിന്നെ ഹീറ്റിനെ കുറിച്ചിട്ട് ഒറോ വൈറസ്, ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പുതിയ നിങ്ങൾ പലതരം വൈറസിനെ കുറിച്ചൊക്കെ അറിയുമ്പോഴും എന്താണ് ഒറോപോച്ച് ഫീവർ? സോ ഒറോ വൈറസ് അല്ലെങ്കിൽ യു മസ്റ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ദി ഒറോപോച്ച് വൈറസ്. ഈ എന്താണ് ഈ ഒറോപോച്ച് ഫീവർ? അപ്പോൾ എന്താണ് ഈ അല്ലെങ്കിൽ ഒറോപ്പോ വൈറസ്, ഒറോപോച്ച് എന്ന് പറയുമ്പോൾ ഇത് സെമനിൽ ഒരുപാട് ആൾക്കാർ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? സോ ഒറോ എന്ന് പറയുന്നത്
മോസ്കിറ്റോസിലൂടെയും സ്പ്രെഡ് ചെയ്യാം. അതേപോലെ മൈറ്റ്സ്, ടൈനി ഫ്ലൈറ്റ്സ് ഉണ്ടല്ലോ, ഇത് കാരണമൊക്കെ സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ മോസ്കിറ്റോസ് ത്രൂ വരാം. അപ്പോൾ എന്താണ് ഈ ഒറോപോച്ച് ഫീവർ എന്നുള്ളതും കൂടെ നമുക്ക് സയൻസിൽ കണ്ടെത്തേണ്ടതാണ്. നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ചില ക്ലാസ്സുകൾ എക്സ്ക്ലൂസീവ്ലി സയൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പഴയ സയൻസ് ന്യൂസുകളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. പെട്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ടൈമിൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ട്, ഒന്നേന്നത് എന്താണെന്നൊക്കെ കണ്ടുപിടിക്കാൻ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ സയൻസിൻ്റെ ക്ലാസ് വരുമ്പോൾ ഡെഫിനറ്റ്ലി ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് പറയുന്നത് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഇൻ പീപ്പിൾ. ഇത് നല്ലൊരു ഹെൽത്ത് റിലേറ്റഡ് ആർട്ടിക്കിളാണ്. ശരിക്കും ഇന്ത്യൻസിന് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നാണ് ഇതിനകത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് കുറേ ഇൻഫൻസിനും എടുത്തു പറയേണ്ട 2-3 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പെന്നുണ്ട്. വാട്ട് ഈസ് സംതിങ് കോൾഡ് പെൻ? പ്രോട്ടീൻ ടു എനർജി റേഷ്യോ എന്ന് പറയുന്ന ഒരു റേഷ്യോ ഉണ്ട്. അതായത് പ്രോട്ടീൻ എനർജി ടു ടോട്ടൽ എനർജി എത്രയാണ്. സോ എന്താണ് പ്രോട്ടീൻ എനർജി റേഷ്യോ? PER. സോ വാട്ട് ഈസ് ഇറ്റ്? PER. അത് ഓരോന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നൊരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ പ്രോട്ടീൻ ഡെഫിഷ്യൻ്റ് ആണോ, ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാർ പ്രോട്ടീൻ ഡെഫിഷ്യൻ്റ് ആണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. സോ ഇതിൽ പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് നല്ലൊരു മിക്സ് ഓഫ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ, ഈവൻ കുട്ടികൾ ഇൻഫൻസിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതായത് ഓരോന്നിൽ എത്ര പ്രോട്ടീൻ ഉണ്ടെന്ന് ആദ്യം അളക്കണം. എത്ര % പ്രോട്ടീൻ ഉണ്ട്, ഇപ്പോൾ സീരിയൽസിൽ എത്രയുണ്ട്, മിൽക്കിൽ എത്രയുണ്ട്, മീറ്റിൽ എത്രയുണ്ട്, അതേപോലെ ഫാറ്റിൽ പ്രോട്ടീൻ ഉണ്ടോ? ഇല്ല, 0. അപ്പോൾ ഒരു കുട്ടിയുടെ പേഴ്സണിൽ ഇത്ര പ്രോട്ടീൻ ടു എനർജി റേഷ്യോ ഉണ്ടാവണം. ഒരു കുട്ടിക്ക് വെറും സീരിയൽസ് മാത്രം കൊടുത്താൽ എല്ലാ കാര്യങ്ങളും കിട്ടില്ല. അപ്പോൾ ഒരു നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ബിസൈഡ്സ് പ്രോട്ടീൻ മിൽക്സ് ആൻഡ് എഗ്സ് പ്രൊവൈഡ് വൈറ്റമിൻ B12. അപ്പോൾ ഒരു മിക്സ് പോലെ പ്രോട്ടീനിൻ്റെ കൂടെ തന്നെ ഒരു മിക്സ് ഓഫ് ഇത് കൊടുത്താൽ എപ്പോഴും നല്ലതായിരിക്കും എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ഹെൽത്ത് റിലേറ്റഡ് ആർട്ടിക്കിളാണ്. ഇതിനകത്ത് കാലറി പറയുന്നുണ്ട്. എന്താണ് പ്രോട്ടീൻ ടു എനർജി റേഷ്യോ? നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് പ്രോട്ടീൻ ടു എനർജി റേഷ്യോ എന്ന് പറയുന്നുണ്ട്. സോ വാട്ട് ഈസ് PER? അത് ഓരോന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സീരിയൽസിൽ 6% പറയുന്നുണ്ട്, അതേപോലെ ലെൻറ്റിൽസിൽ 18%, മിൽക്കിൽ 20%, എഗ്ഗിൽ 30%, മീറ്റിൽ 75%, എനർജി ഡെൻസ് ഷുഗർ വിച്ച് ഹാവ് 0 പ്രോട്ടീൻ ഹാവ് 0% PER. So mixed diet and sugar will have lower PER containing fats and sugar. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് പിന്നെ ഒരുപാട് മിത്തുകൾ പറയുന്നുണ്ട്. ഹ്യൂമൻസ് നമ്മൾ ഒരുപാട് പ്രോട്ടീൻ ഇൻടേക്ക് അല്ലാതെ ഫാർമസിയിൽ നിന്നുള്ള നമ്മൾ പ്രോട്ടീൻ ഷേക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റാൻഡംലി എടുക്കേണ്ട ആവശ്യമുണ്ടോ, അതോ നല്ലൊരു ഡയറ്റ് കഴിച്ചാൽ മതിയോ എന്നുള്ളതൊക്കെയാണ്. സോ ഇന്ത്യക്കാർക്ക് ശരിക്കും പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് നമ്മൾ നോക്കേണ്ടത്. സോ നിങ്ങൾ എന്താണ് പ്രോട്ടീൻ എനർജി റേഷ്യോ എന്നുള്ള കാര്യം ഒന്ന് ഇതിനകത്ത് ഓർത്ത് വെച്ചാൽ പ്രിലിംസിനൊക്കെ ചിലപ്പോൾ ചോദ്യം വരാം, എന്താണ് ഈ PER എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇതിനകത്ത് കുറേ മിത്തുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് വായിച്ചാൽ ഹെൽത്ത് റിലേറ്റഡ് ആണ്. ചില ആൾക്കാർക്ക് സയൻസ് വായിച്ചാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാനിത് സയൻസിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ സെഷൻ ചെയ്യാമെന്ന് പറഞ്ഞതല്ലേ. ഓക്കെ. സോ പിന്നെ ഉള്ള ഇമ്പോർട്ടൻറ്റ് വാർത്ത എന്ന് പറയുന്നത് ഇതിനകത്ത് അടുത്തത് ഇന്റർനാഷണൽ ബിസിനസ് പേജിൽ വരുന്ന പ്രധാന വാർത്ത എന്താണ് റിയൽ വേജ്. ഡിഫിക്കൽട്ട് കോൺസെപ്റ്റ് ആണ്, പല ആൾക്കാർക്കും ഇത് നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കോൺസെപ്റ്റ് ആണ്. അടുത്ത കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ റിയൽ വേജ് എന്താണെന്നും റിയൽ വേജ് ഗ്രോത്ത് റിക്കവറി എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സോ ഇത്രയും വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. റിയൽ ഗ്രോത്ത് റിക്കവറി സിമ്പിളായിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം. വളരെ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം. ഇപ്പോൾ നിങ്ങളുടെ ശമ്പളം 50,000 രൂപയാണെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് 50,000 രൂപ മാസം ശമ്പളം കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങളുടെ ശമ്പളം എന്ന് പറയുന്നത് 55,000 രൂപയായി. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഇത്ര % നമ്മുടെ സാലറി ഗ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ എക്സ്ട്രാ പൈസ ഉണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാമെന്നല്ലേ. പക്ഷേ മാർക്കറ്റിലും അതേപോലെ ഇൻഫ്ലേഷൻ വരുന്നുണ്ട്. മാർക്കറ്റിലും കറക്റ്റായിട്ട് ഇൻഫ്ലേഷൻ വരുന്നുണ്ട്. നിങ്ങൾ വാങ്ങിക്കുന്ന സാധനങ്ങൾക്കെല്ലാം പ്രൈസ് കൂടുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്ട്രാ പൈസ കൊണ്ട് ഇവിടെ ഓൾറെഡി നിങ്ങൾ 55,000 രൂപ 5,000 രൂപ എക്സ്ട്രാ കിട്ടിയെന്ന് പറയണം. ഇപ്പോൾ നമ്മളിവിടെ ഒരുപാട് കാര്യങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു, 5,000 രൂപയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ വാങ്ങിക്കാം, എക്സ്ട്രാ വാങ്ങിക്കാമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വാങ്ങിക്കാൻ ശ്രമിച്ച ഒരുപാട് കാര്യങ്ങളുടെ പ്രൈസ് കൂടിപ്പോയി, വില കയറിപ്പോയി. ഇൻഫ്ലേഷൻ കാരണം പ്രൈസ് കൂടിപ്പോയി. അപ്പോൾ നമുക്ക് ശരിക്കും കൂടുതൽ പൈസ കിട്ടിയിട്ടും മാർക്കറ്റിൽ വിലക്കയറ്റം ഉള്ളതുകൊണ്ട് നമുക്കത് വാങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ എന്താണ് നമ്മുടെ റിയൽ വേജ്? ഇൻഫ്ലേഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന സാലറി ഒന്നുമല്ല, നമ്മുടെ കയ്യിൽ ശരിക്കും എത്ര രൂപയുണ്ട്, ശരിക്കും നമ്മുടെ എത്ര രൂപ ഉണ്ടാവും, ആ പൈസ മാർക്കറ്റിൻ്റെ ഇൻഫ്ലേഷനൊക്കെ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ശരിക്കും എന്തൊക്കെ വാങ്ങാം എന്നുള്ളത് ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി അതിൻ്റെ റിക്കവറി റേറ്റ് എന്താണൊക്കെ നമുക്ക് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ ആർട്ടിക്കിള് പെട്ടെന്ന് എക്കണോമിക്സ് വായിച്ചാൽ താല്പര്യമില്ലാത്തൊരു വെറുതെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ വായിച്ചിട്ട് കാര്യമില്ല. ഇത് മനസ്സിലാവണമെങ്കിൽ അതിൻ്റെതായ ഒരു സമയം എടുത്ത് വായിക്കണം. ഇതിനകത്ത് പറയുന്നത് ഇതാണ്, ആൾക്കാരുടെ ഇതൊരു സർവേ പോലെയാണ്, പല ആൾക്കാർ. അപ്പോൾ എന്താണ് വേജ് റേറ്റ് എന്ന് നിങ്ങൾക്ക് റിയൽ വേജ് എന്ന് മനസ്സിലായല്ലോ. ഇത് ആൾക്കാർക്ക് എത്ര ശതമാനം കൂടി, സാലറി കാഷ്വൽ ആൾക്കാർക്ക് എത്ര കൂടി, സാലറിയുടെ ആൾക്കാർക്ക് എത്ര കൂടി, അങ്ങനെയൊക്കെ കൂടിയോ,
എത്രയൊക്കെ പെർസെൻറ്റ് കൂടിയെന്നൊക്കെയാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ആ ഒരു ഇതിൻ്റെ ഒരു റിപ്പോർട്ട് ഞാൻ കറണ്ട് അഫയേഴ്സിൽ ഡെഫിനറ്റ്ലി ക്ലാസ്സിൽ തന്നെ ഞാനിത് കൊണ്ടുവരാം. അപ്പോൾ ഇത് ടോപ്പിക് എന്താണെന്ന് പഠിച്ചതിന് ശേഷം എന്തൊക്കെ കോൺസെപ്റ്റാണ് ഇതിനകത്തുള്ളതെന്നും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ സെൽഫ് എംപ്ലോയിഡ് വർക്കേഴ്സിൻ്റെ എണ്ണം ഒരുപാട് കൂടി എന്ന് പറയുന്നുണ്ട്. റൂറൽ ഏരിയയിൽ എത്ര പെർസെൻറ്റ് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് എത്ര വേജ് കൂടി. സെൽഫ് എംപ്ലോയിഡ് വർക്കേഴ്സ് ഒരുപാട് കൂടുന്നുണ്ട് എന്നുള്ളൊരു ഇൻഫറൻസ് ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ യെസ്, റെഗുലർ വേജ് ഓർ സാലറിഡ് വർക്കേഴ്സ് റിമെയിൻ ലാർജ്ലി സ്റ്റാഗ്നന്റ്. അപ്പോൾ ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, മൊത്തം സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പറയുന്നത്. ആ മുഴുവൻ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ഓരോ വേർഡ് ബൈ വേർഡ് വായിക്കാൻ നമുക്ക് എടുക്കാൻ പറ്റില്ല ഡെഫിനറ്റ്ലി. അപ്പോൾ എന്താണ് റിയൽ വേജ് എന്നുള്ളത് ഏതാണ്ട് ഒരു ധാരണ ഉണ്ടായല്ലോ, അത് ഇമ്പോർട്ടൻ്റ് ആണ് അന്ന് അറിഞ്ഞിരിക്കുന്നത്. അതേപോലെ പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ ഇന്റേൺഷിപ്പ് സ്കീം നമ്മൾ പറഞ്ഞു, പ്രൈവറ്റ് കമ്പനീസിൽ ഇത്ര വർഷം കൊണ്ട് 1 കോടി ആൾക്കാരത്തോളം യൂത്തിനെ നമുക്ക് നല്ല എക്സ്പോസ് കൊടുക്കാൻ വേണ്ടി പ്രൈവറ്റ് കമ്പനീസിൽ ജോലി ചെയ്യാനുള്ള പ്രൈം മിനിസ്റ്റേഴ്സ് ഇന്റേൺഷിപ്പ് സ്കീം ഇൻ ടോപ്പ് കമ്പനീസ് TPIS എന്ന് പറയുന്ന ഒരു സ്കീം, അതിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഫോംസ് വന്നിട്ടുണ്ട്, ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഗതിശക്തി, പ്രൈം മിനിസ്റ്റേഴ്സ് ഗതിശക്തി. ഇങ്ങനത്തെ വാർത്തയൊക്കെ വരുമ്പോൾ എന്താണ് പ്രിലിംസിൻ്റെ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ചോദ്യമൊക്കെയാണ്. ഇതൊക്കെ ഡെഫിനറ്റ്ലി ഷോർട്ട് ചോദ്യങ്ങളായിട്ട് ചോദിക്കും. എന്താണ് ഗതിശക്തി? വാട്ട് ഈസ് ഗതിശക്തി? ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് തന്നെയല്ലേ ഗതിശക്തി എന്ന് പറയുമ്പോൾ? ഡെഫിനറ്റ്ലി ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് തന്നെയല്ലേ. അതായത് ഇതൊരു ഗതിശക്തി എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. ഗവൺമെന്റിന്റെ എല്ലാ മിനിസ്ട്രീസിനെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഇവരെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചർ നീഡല്ല ഒരുമിച്ച് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പ്രൊജക്റ്റും കൂടാണ് പ്രൈം മിനിസ്റ്റർ ഗതിശക്തി എന്ന് പറയുന്നത്. അതേപോലെ UPSCക്ക് നമ്മൾ അടുത്ത പ്രാവശ്യം കണ്ടിരിക്കേണ്ട അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് വാട്ട് ഈസ് DPIIT, ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ്. DPIIT എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അത് എന്ത് രീതിയിലാണ്, എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ എന്നുള്ളതും കൂടെ നല്ല രീതിയിൽ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. സോ DPIIT എന്താണ് പ്രൈം മിനിസ്റ്റർ ഗതിശക്തി. ആൻഡ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് ആസ് ദ ന്യൂവസ്റ്റ് മഹാരത്ന CPCSE, സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ഈ മഹാരത്ന കമ്പനീസ്. ഇതൊന്ന് കണ്ടുപിടിച്ചാൽ ഇന്ത്യയിൽ ഇപ്പോൾ എത്ര മഹാരത്ന കമ്പനീസ് ഉണ്ട്, എത്ര മിനി രത്നാസ് ഉണ്ട്. മഹാരത്ന കമ്പനീസ് പോലെ തന്നെ എത്ര മിനി രത്ന കമ്പനീസും കൂടെ ഉള്ളതും കൂടെ 14th മഹാരത്നയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിന് മുന്നേ അടുത്ത ചോദ്യമുണ്ട്, നമുക്കൊന്ന് അറിഞ്ഞിരിക്കണ്ടേ മറ്റ് മഹാരത്ന കമ്പനീസ് ഏതൊക്കെയാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ മഹാരത്ന കമ്പനീസ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കേട്ടാലെങ്കിലും മഹാരത്ന കമ്പനി ഏതാണെന്ന് അറിയണ്ടേ. അപ്പോൾ ഏതൊക്കെയാണ് മഹാരത്ന, ഏതൊക്കെയാണ് മിനി രത്ന എന്നൊക്കെ ഉള്ളതും കൂടെ നമ്മുടെ ഒരു സ്വന്തം റിസർച്ചിൽ കണ്ടുപിടിക്കേണ്ടത് നല്ലതാണ്. സോ അതാണ് ഇതിനകത്ത് അടുത്ത് വന്നൊരു വാർത്ത. പിന്നെ ഇതിനകത്തുള്ളത് ടെക്സ്റ്റൈലിൻ്റെ കുറേ ന്യൂസാണ്, ഇന്ന് ഇഷ്ടം പോലെ ന്യൂസാണ്. എനിക്കിത് 2 ദിവസം പേപ്പറില്ലാത്തപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വന്നതാണ്. റെഡിമെയ്ഡ് ഗാർമെന്റ് എക്സ്പോർട്സ് ടു ഫ്യൂൽ ടെക്സ്റ്റൈൽ എക്സ്പാൻഷൻ. ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി സിഗ്നിഫിക്കൻറ്റ് എക്സ്പാൻഷൻ ആണ് കാണുന്നത്. അപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നന്നായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഗ്രോത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്നാണ്, ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റിലാണ് എന്താണ് PM മിത്ര. ഇതൊക്കെ ഷോർട്ട് ഇങ്ങനെയൊക്കെയാണ് UPSCയുടെ പ്രിലിംസ് ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മൾ ഒരിക്കലും കേൾക്കുന്നുണ്ടാവില്ല ഇതൊന്നും. എന്താണ് PM മിത്ര? അതായത് പ്രൈം മിനിസ്റ്റേഴ്സ് മെഗാ ഇൻറ്റഗ്രേറ്റഡ് ടെക്സ്റ്റൈൽ റീജിയൻ ആൻഡ് അപ്പാരൽ പാർക്കാണ്. അപ്പോൾ എന്താണ് PM മിത്ര ടെക്സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എടുത്ത് പറയേണ്ടത്. അതേപോലെ എന്താണ് PLI, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം. എന്താണ് നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ ഒക്കെ പറയുമ്പോൾ എപ്പോഴും പറയുന്നുണ്ട് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം. ഇതൊക്കെ കറണ്ട് അഫയേഴ്സിൽ ഡീറ്റെയിൽ ടോപ്പിക് ആയിട്ട് തന്നെ ഞാൻ എടുക്കാം, ക്ലാസ് ആയിട്ട് തന്നെ എടുക്കാം. അതേപോലെ നാഷണൽ ടെക്നിക്കൽ ടെക്സ്റ്റൈൽ മിഷൻ. എന്താണ് നാഷണൽ ടെക്നിക്കൽ അല്ലെങ്കിൽ നാഷണൽ ടെക്സ്റ്റൈൽ മിഷൻ എന്നുള്ളത് കോൺസെപ്റ്റും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. സോ PM മിത്ര പാർക്കും നാഷണൽ ടെക്സ്റ്റൈൽ മിഷനും അതേപോലെ PLI എന്താണെന്നൊക്കെ മനസ്സിലാവും. ടെക്സ്റ്റൈൽ നന്നായിട്ട് ഗ്രോ ചെയ്യണം. അപ്പോൾ ഗവൺമെന്റ് കോയമ്പത്തൂർ വലിയൊരു ഇമ്പോർട്ടൻറ്റ് സെന്റർ ആണല്ലോ തമിഴ്നാട്ടിൽ ടെക്സ്റ്റൈലിനൊക്കെ വേണ്ടി. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ക്വാളിറ്റി കൺട്രോൾ ഓർഡർ. സെൻട്രൽ ഗവൺമെന്റിന്റെ QCO ക്വാളിറ്റി കൺട്രോൾ ഓർഡറിൽ പറയുന്നുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് റിലാക്സ് ചെയ്ത് തരണം. ഇന്ത്യ കോട്ടൺ ടെക്സ്റ്റൈലിന്റെ കാര്യത്തിൽ വളരെ കോമ്പറ്റീറ്റീവ് ആണ് ഗ്ലോബലി. പക്ഷേ മാൻമെയ്ഡ് ഫൈബറിൽ അത് അത്ര നല്ലൊരു ഒരുപാട് ക്രൈസിസ് ഇനിയുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം പ്രിലിംസിന് എത്ര ചോദ്യം എന്ന് പറയാം, എന്താണ് മാൻമെയ്ഡ് ഫൈബേഴ്സ്? നാച്ചുറൽ ആയിട്ട് അല്ലാത്ത ഇപ്പോൾ റയോൺ, അസിറ്റേറ്റ് എന്നൊക്കെ പറയുന്ന നാച്ചുറലി ഉണ്ടാക്കിയെടുക്കുന്ന സിന്തസൈസ് ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ്. പോളിമേഴ്സ് ഒക്കെ സിന്തസൈസ് ചെയ്തെടുക്കുന്നതാണ് മാൻമെയ്ഡ് ഫൈബേഴ്സ്, റയോൺ ഒക്കെ. അപ്പോൾ എന്താണ് ഈ മാൻമെയ്ഡ് ഫൈബർ? എത്ര ചോദ്യമുണ്ട്. എന്താണ് PM മിത്ര, എന്താണ് PLI, എന്താണ് മാൻമെയ്ഡ് ഫൈബേഴ്സ്, അതേപോലെ എന്താണ് നാഷണൽ ടെക്സ്റ്റൈൽ മിഷൻ ഏതൊക്കെയാണ്. അപ്പോൾ ഇതിൽ തന്നെ എത്ര ക്വസ്റ്റൻ ആയി? ഒരു 5 ക്വസ്റ്റനുള്ള കാര്യങ്ങൾ ഇത് ചെറിയൊരു ആർട്ടിക്കിൾ തന്നെ നമുക്ക് എക്കണോമിക്സിൽ കിട്ടി. ഇതെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അടുത്ത വർഷത്തേക്ക് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഇത് കാണണമെന്നില്ലേ. ആൻഡ് അടുത്ത വാർത്ത എന്ന് പറയുന്നത് ടീ ബോട്ട്സ്.
ടീ ബോർഡ് ഓഫ് ഇന്ത്യ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ UPSC പ്രിലിംസ് ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. ഇന്ത്യ ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ടീ. അപ്പോൾ ഇതിനകത്ത് അറിയാം, ഇന്ത്യ ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ടീ. India is the second largest India is the second largest tea producer, contributing to 21% of the world tea production and is the fourth largest exporter. അപ്പോൾ ഇങ്ങനത്തെ വാല്യൂസും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടതാണ്. ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് ടീ പ്രൊഡ്യൂസർ ആണ്. 21% ഓഫ് ടീ ആണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ വരുന്നത്. ഫോർത്ത് ലാർജസ്റ്റ് എക്സ്പോർട്ടറുമാണ്. അതൊന്നും അല്ല, അതിനെക്കാട്ടും കൂടുതൽ ഇമ്പോർട്ടൻ്റ് പരീക്ഷയ്ക്ക് വരെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. എന്താണ് ടീ ബോർഡ് ഓഫ് ഇന്ത്യ, TBI? ഇത് ചോദിച്ചിട്ടുണ്ടോ മുന്നേ പ്രിലിംസിന്? ഓർക്കാൻ പറ്റും. ടീ ബോർഡ് ഓഫ് ഇന്ത്യ എന്താണ്? ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ, അല്ലെങ്കിൽ ടീ ബോർഡ്സ് ആക്ടിനെ വെച്ചിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്? അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. ടീ ബോർഡ് എന്താണെന്നുള്ളതും കൂടെ ഹാവ് എൻ ഐഡിയ. ആൻഡ് പിന്നെയുള്ളത് പ്രധാന വാർത്ത എന്ന് പറയുന്നത് സാറ്റ്. ടാക്സ് വൈസ് ആണ്. സെക്യൂരിറ്റീസ് STT. എന്താണ് STT? ഇതും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കേണ്ടതാണ്. STT എന്ന് പറയുന്നത്, സോ എന്താണ് ഈ STT എന്ന് പറയുന്നത്? ഇറ്റ്സ് സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് 87% ആണ് റൈസ് ചെയ്തത്. ഇത് എന്തിന് ടാക്സ് ചെയ്യുന്നതാണ്? ഇൻകം ടാക്സ് പോലെ എന്തിന് ടാക്സ് ചെയ്യുന്നതാണ്? നമുക്ക് ഷെയർ ട്രേഡിങ്ങിലും അതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ സ്റ്റോക്കും ഡെറിവേറ്റീവ്സും, അല്ലെങ്കിൽ ഷെയർ ട്രേഡിങ്, അല്ലെങ്കിൽ സ്റ്റോക്ക്, ഡെറിവേറ്റീവ്സ്, മ്യൂച്വൽ ഫണ്ട്, ഇതിലൊക്കെ നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് വീണ് കിട്ടുമല്ലോ. ഇതിലൊക്കെ നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് കിട്ടുമ്പോൾ പലപ്പോഴും ഈ പ്രോഫിറ്റ് ഒന്നും നമ്മൾ കാണിക്കില്ല. ഇഷ്ടംപോലെ പൈസ അല്ലേ ഇപ്പോൾ ഷെയറിലും ഇതിലും കിട്ടും. ഈ പൈസ നമ്മൾ കാണിക്കില്ല, ഇത് നമ്മൾ ഇവേഡ് ചെയ്യും. സോ ദാറ്റ് ഈസ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ്. കർബിങ് ടാക്സ് ഇവേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പൈസ നമ്മൾ അടക്കില്ല. 87% വോട്ട് ഇത് കൂടി എന്ന് പറയുമ്പോൾ ഇതിന് ടാക്സ് ചെയ്യുന്ന സംഭവമാണ്. ഇതിന് ഈ സ്റ്റോക്ക്, ഷെയർ ട്രേഡ്, അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ്, മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ എക്സ്ട്രാ വരുന്ന ഇതിന് ടാക്സ് ചെയ്യുന്നതാണ് STT അല്ലെങ്കിൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. 87% ആണ് ഇത് കയറിയത്. 2004 ഇത് കൊണ്ടുവന്നത്. സോ ഇതുണ്ട് ഹെവി ട്രേഡിംഗ് വോളിയം ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റിൽ ഹെവി ട്രേഡിംഗ് ആണ് നടക്കുന്നത്. ഹെവി ട്രേഡിങ്ങും ഹെവി പൈസയാണ് ആൾക്കാർ ഉണ്ടാക്കുന്നത്. സോ 2004 അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ചിദംബരം കൊണ്ടുവന്നത്. ഇറ്റ്സ് ഇൻറ്റൻഡഡ് ടു ടാക്സ് ഇവേഷൻ ഓൺ ക്യാപിറ്റൽ ഗെയിൻസ് ബൈ മാർക്കറ്റ് പ്ലേയേഴ്സ്. ആദ്യം 0.1% ആയിരുന്നു. പിന്നീട് ഒരു ടാക്സ് കടന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 150 രൂപ, അതായത് 1 ലക്ഷം രൂപ 0.15% എന്ന് പറയുമ്പോൾ കാണിക്കുന്നുണ്ട്. ട്രാൻസാക്ഷൻ വോൾ സെക്യൂരിറ്റീസ് വർത്ത് 1 ലക്ഷം രൂപ. 100,000 10,000 lakh. യെസ്, എക്സാക്ട്ലി 100,000 കറക്റ്റ്. 1 ലക്ഷം രൂപയാണ്, 10 ലക്ഷം അല്ല. 1 ലക്ഷത്തിന് ഏതാണ്ട് 150 രൂപ വരെ ടാക്സ് കൊടുക്കുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നു. സോ അപ്പോൾ ഇതിന് എടുത്തു പറയുന്നുണ്ട്, ഓർക്കണം. STT എന്ന് പറയുന്നത് എന്താ? ട്രാൻസാക്ഷൻ ഇൻവോൾവിംഗ് സെക്യൂരിറ്റീസ്. സോ ഇൻറ്റൻഡഡ് ടു കർബ് ടാക്സ് ഇവേഷൻ ഓൺ ക്യാപിറ്റൽ ഗെയിൻസ് ബൈ മാർക്കറ്റ് പ്ലേയേഴ്സ്. ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകുന്നതിന് ഈ പൈസയ്ക്ക് കൊടുക്കുന്ന ഇതാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും STT ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. അത്രയും ഹെവി വോളിയം ഇവിടെ കാണിക്കുന്നുണ്ട്. ഹെവി വോളിയമാണ് ട്രേഡ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഓർത്ത് വെക്കുക. STT ഇതൊക്കെ പ്രിലിംസിന് ചോദ്യമായിട്ട് ചോദിക്കാവുന്നതാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്. ഈ അടുത്ത് ഭയങ്കരമായിട്ട് കൂടി. അത് ഏതിന് സ്റ്റോക്കിനും മ്യൂച്വൽ ഫണ്ട് ഡെറിവേറ്റീവ്സിന് വേണ്ടിയാണോ നമ്മൾ ക്യാപിറ്റൽ ഗെയിനിന് വേണ്ടിയാണോ കൊടുക്കുന്നത് എന്നൊക്കെ നമുക്ക് കാണേണ്ടതായിട്ട് വരും. ഓക്കെ. ആൻഡ് യെസ്, നോബൽ പീസ് പ്രൈസ് ഞാൻ പറഞ്ഞു. നോബൽ പീസ് പ്രൈസും കൂടെ നമ്മളൊന്ന് കണ്ടുപിടിക്കണം. ന്യൂക്ലിയർ വാറിനെതിരെയൊക്കെ ആ നോബൽ പ്രൈസ് വിന്നേഴ്സ് ഫ്രം ജപ്പാൻ വാൺസ് ഓഫ് റിസ്ക് ഓഫ് ന്യൂക്ലിയർ വാർ. The leaders of the group of atomic bomb survivors awarded the Nobel Peace Prize for the abolition of nuclear weapons. അപ്പോൾ ഗ്രൂപ്പാണ്, ആ ഗ്രൂപ്പിനാണ് ഇത് കിട്ടിയത്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻറ്റ് ശ്രീലങ്കൻ എലക്ഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കത് ഡീറ്റെയിൽസ് പൊളിറ്റിക്സ് ഒന്നും അറിയണ്ട, പക്ഷേ കുറേ വർഷങ്ങളായിട്ട് ഭരിച്ചിരുന്ന ആൾക്കാരാണ്. മഹിന്ദ രാജപക്ഷ ഫാമിലി ശ്രീലങ്കൻ എലക്ഷൻ ഇനി മത്സരിക്കുന്നില്ല അടുത്ത. അപ്പോൾ അവർ ബാക്ക് ഔട്ട് ചെയ്തു, അല്ലെങ്കിൽ മത്സരിക്കുന്നില്ലെന്നാണ് ഇതിനകത്ത് പറയുന്നത്. നമുക്കത്ര ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ആ ഒരു ഇതൊന്നും അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ ഉള്ളത് UN എൻക്വയറി അക്യൂസസ് ഇസ്രായേൽ ഓഫ് വാർ ക്രൈംസ്. ഇതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ആന്റോണിയോ ഗുട്ടറസിനെതിരെ ബാൻ നടത്തിയത്. കാരണം ഇസ്രായേലിനെ ഒരുപാട് കുറ്റപ്പെടുത്തി. ഇവർ പറയുന്ന UN എൻക്വയറി പറയുന്നത് ഇസ്രായേലിലെ ഗാസയിലെ മെഡിക്കൽ ഫെസിലിറ്റീസും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾക്കെതിരെ അവിടെയൊക്കെ ബോംബിട്ടും അതിനെതിരെ ഭയങ്കരമായിട്ട് പ്രവർത്തിച്ചു എന്നാണ്. ദേ ക്യാരിഡ് ഔട്ട് ഡിസ്ട്രോയിങ് ഗാസാസ് ഹെൽത്ത് കെയർ സിസ്റ്റം, ഡെലിബറേറ്റ്ലി കിൽഡ് ആൻഡ് ടോർച്ചേർഡ് മെഡിക്കൽ പേഴ്സണൽസ്. അത്രയും മെഡിക്കൽ ആൾക്കാരെ കൊന്നു. ഗാസയുടെ ഹെൽത്ത് കെയർ സിസ്റ്റം മൊത്തം ബ്ലാസ്റ്റ് ചെയ്ത് കളഞ്ഞു എന്നാണ് പറയുന്നത്. ഡെലിബറേറ്റ്ലി കില്ലിംഗ് ആൻഡ് ടോർച്ചറിംഗ് മെഡിക്കൽ പേഴ്സണൽ ആൻഡ് ടാർഗറ്റിംഗ് മെഡിക്കൽ വെഹിക്കിൾസ് ആൻഡ് റെസ്ട്രിക്റ്റിംഗ് പെർമിറ്റ്സ്. ഈ മെഡിക്കൽ ആസ്പെക്റ്റുകൾ തകർന്നാൽ ചികിത്സ ഇല്ലാതാക്കുക. അപ്പം അത്രയ്ക്കധികം ക്രൈമാണ് ഇവർ ചെയ്തിരിക്കുന്നതെന്നാണ് UN പറയുന്ന റിപ്പോർട്ട്. ഗാസ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ട് ഒന്ന് ഓർത്തിരിക്കുക.
പിന്നെ ഇതിനകത്ത് നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ചൈന ബാംഗ്ലാദേശ് റിലേഷൻഷിപ്പാണ്. കാരണം ചൈനീസ് നേവൽ ഫ്ലീറ്റ് ഡോക്സ് അറ്റ് ബാംഗ്ലാദേശ് പോർട്ട്. നിങ്ങൾക്ക് അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് നമുക്കറിയാം, ഇന്ത്യയുടെ മാപ്പ് വെച്ച് നോക്കുമ്പോൾ ബാംഗ്ലാദേശ് ഏത് റീജിയനിലാണ് വരുന്നതെന്ന് കൃത്യമായിട്ട് അറിയണം. ചൈന എവിടെയാണ് വരുന്നത്? ചൈനയും ബാംഗ്ലാദേശും നല്ലൊരു പാർട്ട്നേഴ്സാണ്. അപ്പോൾ ചൈനയുടെ നേവൽ ഫ്ലീറ്റ് ബാംഗ്ലാദേശ് പോർട്ടിൽ വരിക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഇന്റർനാഷണൽ റിലേഷൻസിൻ്റെയും കൂടെ ഭാഗമാണ്. സോ ബാംഗ്ലാദേശ് ഹാസ് ബീൻ ബിൽഡിംഗ് ഡോക്ക് ഇൻ ചിറ്റഗോങ്. ചിറ്റഗോങ്ങിൽ ഡോക്ക് ഉണ്ടാക്കുന്നുണ്ട് വിത്ത് ചൈനീസ് ഹെൽപ്പ്. ഇതാണ് ചൈനയുടെ അടുത്ത ഏറ്റവും വലിയ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എവിടെയെങ്കിലും ചെറിയ രാജ്യങ്ങൾ പോർട്ട് ഉണ്ടാക്കുമ്പോൾ ആ പോർട്ട് ഉണ്ടാക്കാനുള്ള ഫണ്ടിങ് ചൈന തരും. സോ ദാറ്റ് ചൈന ക്യാൻ കൺട്രോൾ ദാറ്റ്. അപ്പോൾ ഇവിടെയും ആ ചൈനീസ് ഫണ്ട് കൊണ്ടാണ് ചിറ്റഗോങ്ങിലെ പോർട്ടൊക്കെ ഉണ്ടാക്കുന്നത്. സോ അതുകൊണ്ട് ചൈനീസ് നേവൽ ഫ്ലീറ്റ് അവിടെ വരികയാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നേവൽ ഫ്ലീറ്റ് ചൈനയിലും ശ്രീലങ്കയിലും അവിടെ ഇവിടെയൊക്കെ വരുമ്പോൾ എന്താണ് ഇൻഡയറക്ട്ലി ഉദ്ദേശിക്കുന്നത്? അതായത് വേണമെങ്കിൽ ചൈനയ്ക്ക് ഇന്ത്യനെ അടിക്കാം, അല്ലെങ്കിൽ അടിച്ചിടാം, തകർക്കാം എന്നുള്ളൊരു ചെറിയൊരു പേടിപ്പിക്കലും കൂടെ, ത്രെറ്റനിങ് കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക. സോ ദാറ്റ് ഇസ് ഇറ്റ്. ആൻഡ് ഇന്നത്തെ ഒരുപാട് വാർത്തകൾ ഇന്ന് നമ്മൾ മറ്റേ നോബൽ പ്രൈസും കൂടെ ഡിസ്കസ് ചെയ്തിരുന്നെങ്കിൽ ഇത് വലിയ സെഷനായി പോകുന്നത്. ഞാൻ ഇതിൻ്റെ സെഷൻ എന്തായാലും ഐ വിൽ മേക്ക് എ സ്മോൾ ക്ലാസ് ഓൺ ദാറ്റ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ആൻഡ് keep preparing and keep subscribing to IAS Factor classes. Thank you so much.